ഇന്ത്യക്കാരും ഇല്ല, എല്ലാവരും വിദേശത്ത് നിന്ന് വന്നവരാണ്. പിന്നെ നിങ്ങൾ ഇച്ചിരി നേരത്തെ വന്നു, ഞങ്ങൾ ഇച്ചിരി താമസിച്ചു വന്നു, ഇത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ബ്രിട്ടീഷുകാരന്റെ കള്ള ചരിത്രം. ഇന്ത്യക്കാരനില്ലാത്ത ഒരു ഇന്ത്യ ചരിത്രം അവൻ എഴുതി. എല്ലാം വരത്തന്മാർ, അവനും നമ്മളും എല്ലാം വരത്തന്മാരെന്നൊരു കഥയുണ്ടാക്കി. ഇത് അസാമാന്യമായ ഒരു കള്ളക്കളിയാണ് സാഹിബ് ചെയ്തൊരു കള്ളക്കളി. അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ജർമ്മൻകാരനായ ഒരു മാക്സ് മുള്ളറെ കൊണ്ടുപോയി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെതായ സേക്രഡ് ബുക്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന ഒരു സീരീസ് ഓഫ് പുസ്തകങ്ങൾ അങ്ങ് എഴുതി ഉണ്ടാക്കി. അതിനകത്ത് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ തിരുത്തു വരുത്തിയവൻ. സനാതനധർമ്മത്തിന്റെ വിശ്വാസപ്രകാരം 1108 ഉപനിഷത്തുകളേ ഉള്ളൂ. സായിപ്പ് 1861 തൊട്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി പുസ്തകം പബ്ലിഷ് തുടങ്ങി 1438 ഉപനിഷത്ത് പബ്ലിഷ് ചെയ്തു. എവിടുന്ന് വന്നു 330 ഉപനിഷത്ത്? സംസ്കൃതം അറിയാവുന്നവരെ കൊണ്ട് സായിപ്പ് സനാതനധർമ്മത്തിന്റെ വിശ്വാസത്തെ മായം ചേർക്കാൻ വേണ്ടി കള്ള ഉപനിഷത്തുണ്ടാക്കി പബ്ലിഷ് ചെയ്തു. കള്ള ഭൂമിയിലെങ്ങും ഇല്ലാത്ത ഉപനിഷത്തുണ്ടാക്കി പബ്ലിഷ് ചെയ്തു. അവൻ മനുസ്മൃതി അങ്ങോട്ട് എടുത്തു, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി. എന്താണ്? ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിലെ ഈയ മുഴുക്കി ഒഴിക്കണമെന്ന് മനുസ്മൃതിയിൽ ഒരു വാചകം എഴുതി ചേർത്തു. ഒറിജിനൽ മനുസ്മൃതി അങ്ങനെ ഒരു വാചകമേ ഇല്ല. ഇവിടെ ശൂദ്രനോടൊരു എതിർപ്പുമില്ല. എന്താണ്? നളരാജാവ്, നളനും ദമയന്തനും കഥ. നളൻ ആരാണ്? നളൻ നിഷാദ രാജാവായിരുന്നു. നിഷാദ രാജാവ്. വാൽമീകി ആരായിരുന്നു? വാൽമീകി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. ഇപ്പോഴത്തെ റിസർവേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റിയാണ് വാൽമീകി കമ്മ്യൂണിറ്റി. വേദവ്യാസൻ ആരാണ്? വേദവ്യാസന്റെ അമ്മ മുക്കു സ്ത്രീയായിരുന്നു. വീണ്ടും റിസർവേഷനുള്ള കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ് വേദവ്യാസൻ. അപ്പം പരാശരനാന്ന് സത്യവതി പറയുന്നു. അത് വേറെ സംഗതി. ശൂദ്രസ്ത്രീ പ്രസവിച്ച മകനാണ് വേദവ്യാസൻ. നമ്മുടെ പുരാണത്തിലെ സന്യാസിമാർ എത്രയോ എണ്ണം SC/ST കൺവേർട്ടർ ആണെന്നറിയാവോ? ആ സമയത്താണ് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഒഴുക്കി ഒരിക്കണമെന്ന് പറഞ്ഞതാണ്. മനുസ്മൃതിയിൽ, ഒറിജിനൽ മനുസ്മൃതി എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനൊരു സെന്റൻസേ മനുസ്മൃതിയിലില്ല. പിന്നെ അവൻ പറഞ്ഞു വെച്ചു, മനു പറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. അതായത് ഇന്ത്യയിലെ ഹൈന്ദവ സ്ത്രീകൾ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അവരെ ലിബറേറ്റ് ചെയ്യാൻ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു, ജനാധിപത്യം കൊണ്ടുവന്ന് ഇവിടുത്തെ ശൂദ്ര സ്ത്രീകളൊക്കെ മോചിപ്പിക്കാൻ പോവാണെന്നൊരു കഥ ഉണ്ടാക്കി ബ്രിട്ടീഷുകാരൻ. അവൻ എന്താ പറഞ്ഞെന്നറിയോ? പിതോ രക്ഷത് കൗമാരേ പത്രോ രക്ഷത് യൗവനെ പുത്രോ രക്ഷത് വാർദ്ധക്യേ നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനു പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി എന്താ സംഭവിച്ചെന്നറിയാമോ? മനു നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ അവകാശമില്ലേ, അവർക്ക് സ്ത്രീക്ക് അവകാശമില്ലേ എന്നാണ് മനു ചോദിച്ചത്. സാഹിബ് എന്തെന്നറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തങ്ങ് മാറ്റിയിട്ട് പറഞ്ഞു, മനുസ്മൃതി പറഞ്ഞതിനോട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച് ജനാധിപത്യം കൊണ്ടുവന്നാൽ ഇവിടുത്തെ സ്ത്രീക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞു. ശുദ്ധ കള്ളം. ഇന്ത്യയുടെ റെക്കോർഡുകൾ മുഴുവൻ കള്ളം ഇതുണ്ടാക്കി. മഹാഭാരതത്തിൽ മാത്രം 200ഓളം കള്ളക്കഥ ബ്രിട്ടീഷുകാരൻ എഴുതി ചേർത്തു. ഒറിജിനൽ മഹാഭാരതത്തിനകത്ത് ആഡ് ചെയ്തവന്മാര്. ഇങ്ങനെയുള്ള കള്ളം കാണിച്ച് സനാതനധർമ്മത്തിന്റെ റെക്കോർഡുകൾ ഇവൻ കുഴപ്പമുണ്ടാക്കി. അത് കഴിഞ്ഞ് സായിപ്പിന്റെ അടുത്ത സ്റ്റേജ് അപകടകരമായൊരു സ്റ്റേജാണ്. എന്താണെന്നറിയാമോ? 1819 ആദ്യമായി ഓക്സ്ഫോർഡ് ഇന്ത്യൻ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്തു. അതിനകത്ത് അവൻ ആദ്യമായി ഒരു വാക്കുണ്ടാക്കി, ഹിന്ദുയിസം എന്നൊരു വാക്ക്. ലോകത്തെങ്ങും ഇല്ലാത്തൊരു മതമാണ് കേട്ടോ ഹിന്ദുയിസം. അങ്ങനെ ഒരു മതമേ ഇല്ല. സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയിലെ ഇസം ചേർത്തിട്ട് സനാതനധർമ്മത്തിന്റെ ഒരു ഭാഗത്തെ അവൻ മുറിച്ച് മാറ്റി ഹിന്ദുയിസം എന്നൊരു വാക്കാക്കി. 1939 അശോകന്റെ ഈഡിക്റ്റുകളൊക്കെ നമ്മുടെ ജെയിംസ് പ്രിൻസപ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ സായിപ്പ് അടുത്ത മതം സൃഷ്ടിച്ചു, ബുദ്ധിസം. എന്താണ് ബുദ്ധിസം? ബുദ്ധഭഗവാൻ സനാതനധർമ്മത്തിന്റെ ഒരു സന്യാസിയാണ്. ധർമ്മത്തെ വ്യാഖ്യാനിച്ചു. വിഷ്ണു ഭഗവാന് 2 ലിസ്റ്റുണ്ട്, അവതാരത്തിന്റെ ലിസ്റ്റ്. അതിലൊന്നിൽ ബലരാമന് പകരം ബുദ്ധനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. സനാതനധർമ്മത്തിന്റെ ഒരു സന്യാസിയും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെയും സെപ്പറേറ്റ് ഒരു മതമായി മുറിച്ചു മാറ്റി. 1946 ജൈനിസം എന്നൊരു വാക്കുണ്ടാക്കി. 1961 സിഖിസം എന്നൊരു വാക്കുണ്ടാക്കി. സനാതന ധർമ്മത്തെ സായിപ്പ് 4 മതങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള ചൈനയും ജപ്പാനും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഇന്ത്യയിലെ ഹിന്ദുക്കളുമായി ഒന്നിച്ചു നിന്നാൽ സായിപ്പിന്റെ ഏഷ്യൻ കൊളോണലൈസേഷൻ നടക്കുകയില്ല. അതിന് ഇവനെ തമ്മി തളിക്കണം. ഈ 4 മതങ്ങളാക്കി സനാതനധർമ്മത്തിനകത്ത് അടിയുണ്ടാക്കണം. അതിനവൻ ഉണ്ടാക്കിയ പണിയാണ് ഈ 4 മതം ഉണ്ടാക്കിയത്. 1961 അവൻ ജാതിപരമായ ഒരു സെൻസസ് ഉണ്ടാക്കി. ഇന്ത്യക്കാരനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ മതം വെച്ച് വലിയ രക്ഷയില്ലെന്ന് ബ്രിട്ടീഷുകാരന് മനസ്സിലായി.
അവൻ എന്തെന്നറിയാമോ? ജാതി വെച്ച് ഇന്ത്യക്കാരെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇന്ത്യയിൽ 4 ജാതി ഉണ്ടായിരുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അവർ പരസ്പരം വിവാഹം കഴിക്കുമായിരുന്നു. BC 176 വരെ വിവാഹവും ഫ്രീ ആയിട്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇവനുണ്ടാക്കിയ നിയമം എന്തെന്നറിയാമോ? ഇവൻ ബ്രാഹ്മണരെ ജാതി അനുസരിച്ച് സെൻസ് എടുത്തു. ബ്രാഹ്മണരെ 164 ജാതിയാക്കി. അയ്യര്, അയ്യങ്കാര്, നമ്പൂതിരി, നമ്പൂരിപ്പാട്, പട്ടര്, ഇങ്ങനെ അങ്ങോട്ട് വിഭജിക്കുകയാണ്. അതിഗംഭീരമായൊരു വിഭജനം. അവൻ നായന്മാരെ, കേരളത്തിലെ 12% ജനങ്ങളുള്ള ഒരു നായർ കമ്മ്യൂണിറ്റിയെ അവൻ 58 ജാതിയാക്കി മുറിച്ച്. 58 ജാതി. വല്യത്താൻ, ഉണ്ണിത്താൻ, താങ്കൾ, പടനായര്, കുറുപ്പ്, പടക്കുറുപ്പ്, ഇങ്ങനെ അങ്ങോട്ടൊരു 12% ഉള്ള ഒരു നായർ കമ്മ്യൂണിറ്റിയെ അവൻ 58 കഷ്ണമാക്കി മാറ്റി. ക്രിസ്ത്യാനികളെ അവൻ 64 കഷ്ണമാക്കി. ഓർത്തഡോക്സ്, പാത്രക്കീസ്, ബന്ധിക്കോസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് പല. മുസ്ലിങ്ങളെ അവൻ 42 സബ് ഡിവിഷൻ ഉണ്ടാക്കി. സുന്നി, ഷിയ, അഹമ്മദിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ അവൻ പല കഷ്ണമാക്കി. അലഹബാദിലെ ഷിയാസിനെ കൊണ്ട് സുന്നീസിനെതിരെ ആക്രമണം ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ പൈസ മുടക്കി അവനെ ഷിയാസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചവർ. മുസ്ലിമിനകത്ത് കുറവർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, ആകെ 2 ലക്ഷം പേരേ ഉള്ളൂ കേരളത്തിൽ. ആ കുറവ കമ്മ്യൂണിറ്റി 22 കഷ്ണമാക്കി. മേലാളക്കുളോർ, കീഴാളക്കുളോർ എന്ന് തുടങ്ങി അങ്ങോട്ട് വിഭജിക്കാൻ തുടങ്ങി. പുലയന്മാരെ 18 വകുപ്പാക്കി. പറയന്മാരെ 16 വിഭാഗമാക്കി. ചുരുക്കം പറഞ്ഞാൽ 4 ജാതി ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സനാതന ധർമ്മത്തെ 8600 ജാതിയാക്കിയാണ്. ഇവർ തമ്മിൽ യോജിക്കാൻ പാടില്ല. കുറെ എണ്ണത്തിന് പ്രൊട്ടക്ഷൻ, റിസർവേഷൻ എന്നൊക്കെയാണ്. എന്നിട്ട് ഈ താഴ്ന്ന ജാതിക്കാരോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇപ്പൊ സഫർ ചെയ്യുകയാണ് ഈ ഹിന്ദു മതത്തിന് കുഴപ്പം കാരണം. നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ, ക്രിസ്തു മതത്തിൽ ചേർന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. SC ST ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയാണ്.